ഒരു ക്ഷേത്രത്തിലേക്ക് ഒരാൾ പോകണം എന്നുണ്ടെങ്കിൽ ക്ഷേത്രം വിനോദസഞ്ചാര കേന്ദ്രമല്ല, തീർത്ഥാടന കേന്ദ്രമാണ്. ആ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഒരാൾ പോകണമെന്നുണ്ടെങ്കിൽ തീർത്ഥാടകനായിരിക്കണം. അതിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും അയാൾ പാലിച്ചിരിക്കണം. ഞാനിത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കുകുത്തി പോലെ ശബരിമലയിലെ നട തുറക്കുമ്പോൾ എൻ്റെ പ്രിയ സ്നേഹിതനായ കെ രാധാകൃഷ്ണൻ എന്ന മന്ത്രി അവിടെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കും. മന്ത്രിക്ക് അവിടെ പോകേണ്ട ഒരു കാര്യവുമില്ല. മന്ത്രി ചെന്നില്ല എന്നുള്ളതിൻ്റെ പേരിൽ അയ്യപ്പസ്വാമി ആരെയും അനുഗ്രഹിക്കാതിരിക്കില്ല. പക്ഷേ മന്ത്രി അവിടെ ചെന്നിട്ട് നിൽക്കുന്നത് എനിക്കിതൊന്നും ബാധകമല്ല, അദ്ദേഹം ദേവസ്വത്തിൻ്റെ മന്ത്രിയാണ്. അങ്ങനെ ക്ഷേത്രങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലും വിശ്വാസമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി എൻ്റെ പ്രിയ സ്നേഹിതൻ ശ്രീ രാധാകൃഷ്ണൻ ചെയ്യേണ്ടത് ആ വകുപ്പ് ഏറ്റെടുക്കാതിരിക്കുകയാണ്. പക്ഷെ അവിടെ പോയിട്ട് ആ ക്ഷേത്ര ആചാരത്തെ ലംഘിച്ചുകൊണ്ട് നിന്ന് എത്രയോ കോടാനുകോടി വിശ്വാസികളെയാണ് അദ്ദേഹം വ്രണപ്പെടുത്തിയത്. അങ്ങനെയുള്ളവരാണ് പറയുന്നത് ഇവിടെ ഗുരുവായൂർ അമ്പലത്തിലെ ഭക്തന്മാരുടെ അവകാശങ്ങൾ ലംഘിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ആരോപണം എന്താണ്? നരേന്ദ്രമോദി അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ കൂടിയായ BJPയുടെ രാജ്യസഭ അംഗം കൂടിയായിരുന്ന സുരേഷ് ഗോപി എന്ന വളരെ പ്രസിദ്ധനായ സിനിമാ താരത്തിൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത് അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ അനുഗ്രഹിക്കാൻ പാടില്ല. ഇത് എന്തൊരു വാദഗതിയാണ്. നിങ്ങൾ പറയുന്നതിന് എന്തെങ്കിലും യുക്തി വേണ്ടേ? അതല്ല, നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി എന്ന് നിങ്ങൾ ശഠിച്ചാൽ എന്തു ചെയ്യും? പിന്നെ പറഞ്ഞത് എന്താണ്? രാമക്ഷേത്രം കൊണ്ടുവരുന്നു. രാമക്ഷേത്രം കൊണ്ടുവരും. ഇപ്പോൾ രാമക്ഷേത്രത്തിനൊരു പ്രത്യേക പദവി കൂടിയുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ പീഠം ശ്രീരാമൻ്റെ ജന്മസ്ഥലം ആ അയോധ്യയാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിധിയിലൂടെ. ശ്രീരാമൻ്റെ ജന്മസ്ഥാനത്ത് ഇന്ത്യയിലുള്ള രാമഭക്തർക്ക് ഒരു ക്ഷേത്രം പണിയാൻ പാടില്ല എന്നാണ് നിങ്ങളുടെ വാദഗതി എന്നുണ്ടെങ്കിൽ ആ വാദഗതി അങ്ങ് 4 മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി, ഇവിടെ എടുക്കണ്ട. ഈ രാജ്യത്തുള്ള 85% വരുന്ന ജനങ്ങളിൽ മഹാഭൂരിപക്ഷത്തിൻ്റെയും ആരാധനാപാത്രമാണ് ശ്രീരാമൻ. കേരളത്തിലെ കാര്യം എടുത്തു നോക്ക്. പ്രഭാസിൻ്റെ വീട്ടിൽ എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ എല്ലാം വീട്ടിൽ പുരാതന കാലം മുതൽ തന്നെ രാമായണ പാരായണമുണ്ട്, കർക്കിടക മാസത്തിലും അല്ലാത്തപ്പോഴും. ഞങ്ങളുടെ എല്ലാം വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് രാമപാദം ചേരണേ എന്നാണ് പറഞ്ഞുകൊണ്ടാണ്. ഒരു പക്ഷേ ഞങ്ങൾ വളരെ പ്രാകൃതരായിരിക്കാം, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും പ്രഭാസെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ രാജ്യത്തെ കോടാനുകോടി മനുഷ്യർ അവരുടെ ജീവിതത്തിലും മരണത്തിലും ആശ്രയിക്കുന്ന രാമന് വേണ്ടി ഒരു ക്ഷേത്രം അയോധ്യയിൽ പണിയുമ്പോൾ അതിനോടുള്ള ഈ അസഹിഷ്ണുത അത്ര നല്ല കാര്യമല്ല പ്രഭാസെ. നിങ്ങൾ എന്ത് സെക്കുലറിസമാണ് പറയുന്നത്? ഹിന്ദുക്കൾ ശ്രീരാമന് വേണ്ടി ഇന്ത്യയിൽ ഒരു ക്ഷേത്രം പണിയുന്നത് നിങ്ങൾ പറയുന്ന സെക്കുലറിസത്തിൻ്റെ ലംഘനമാണ് എന്നുണ്ടെങ്കിൽ, ഹിന്ദുക്കൾ അവരുടെ ക്ഷേത്രങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും അനാദരിക്കുന്നതാണ് സെക്കുലറിസം എന്നുണ്ടെങ്കിൽ ആ സെക്കുലറിസം വേണ്ട എന്ന് തീരുമാനിക്കാൻ ഹിന്ദുക്കൾക്ക് കഴിയും എന്ന കാര്യം പ്രഭാസ് മറക്കരുത്. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രിക്ക് വരാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? അങ്ങനെ ഒരു വിഷയം നിങ്ങൾ പറയുന്നത് അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ മതേതരത്വം തകർന്നു വീഴുമോ?